നിനക്കെന്നാ പറ്റിയടാ? ഒരു കാര്യം നട്ട് പോയ സ്കുറലിനെ പോലെ ഇരിക്കുന്നു. നട്ടും പൊട്ടും ഒക്കെ പോകുന്ന ഓരോ പാരകളാ ഇതൊക്കെ. ആകെ പ്രശ്നമായിരിക്കും. കത്ത. പ്രിയപ്പെട്ട മഹിമോൻ അറിയുന്നതിന് അമ്മ എഴുതുന്നത്: നിനക്കവിടെ സുഖം എന്ന് വിശ്വസിക്കുന്നു. നീ ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കുന്നുണ്ടല്ലോ. നീ ശരീരം ക്ഷീണിക്കരുത്. ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കണം. വേറെ ഒരു പ്രധാനപ്പെട്ട വിവരം അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ശങ്കരൻ നമ്പൂതിരി ഇന്നലെ വന്ന് നിൻ്റെ ജാതകം നോക്കുകയുണ്ടായി. ജാതകവശാൽ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ നിനക്ക് വളരെയധികം ക്ലേശകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ ഞാൻ കയ്യോടെ നിനക്ക് വേണ്ടി ഒരു ശനീശ്വര പൂജ നടത്തി. ഈ കത്തിനോടൊപ്പം പൂജിച്ച ഒരു ചരട് ഞാൻ അയക്കുന്നു. ഈ വരുന്ന 1 മാസ കാലയളവിലെങ്കിലും ഈ ചരട് കയ്യിൽ ധരിക്കണമെന്നാണ് നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത്. ഈ 1 മാസക്കാലം നൊയമ്പിനോടനുബന്ധിച്ച് മത്സ്യമാംസങ്ങൾ വർജിക്കുക. പിന്നെ മദ്യം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങളൊന്നും തന്നെ നിനക്കില്ലാത്തത് കൊണ്ട് ഈ നൊയമ്പ് വളരെ ക്ലേശകരമായിരിക്കുകയില്ല. ഇതിനിടെ വല്ല അഡ്രസ്സ് വല്ലതും മാറി വന്നാണ് ഈ പറഞ്ഞതൊക്കെ നിന്നെപ്പറ്റി തന്നെ. ഇതാലോചിച്ചാണോ നീ ഇത്ര തലമുണ്ടാക്കുന്നത്? എടാ, ഇത് 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞ ഡാന്ന് പറയുമ്പോൾ പോവും. നീ ചുമ്മാ എടുത്ത് കെട്ടടാ. നിനക്കത് പറയാം, അനുഭവിക്കട്ടെ ഞാനല്ലേ. നോൺ വെജിറ്റേറിയൻ ആയിട്ട് പോലും ഈ നാട്ടിൽ ബാക്കി രുചിയായിട്ടൊരു സാധനം കിട്ടില്ല. അപ്പൊ പിന്നെ വെജിറ്റേറിയൻ്റെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റൽ മെസ്സിൽ എന്താ വെജിറ്റേറിയൻസിന് കിട്ടുന്നത്? ആകെ കിട്ടുന്നത് സാലഡ് എന്ന് പറഞ്ഞൊരു സാധനം, കുറെ പച്ചല കൊത്തിയരിഞ്ഞ് കിട്ടുന്നത്. അത് വായിൽ വെച്ച് കഴിക്കാൻ പറ്റൂ? നമ്മുടെ നാട്ടിലെ കുടുംബത്തിൽ വളർത്തുന്ന ഒരു പശുവിനെ കൊടുത്താൽ പോലെ അത് കഴിക്കില്ല. എടാ, നീ ഇത് പറയുന്നത് കേട്ടാ തോന്നും എടാ ഇത് 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. 1 മാസം ദേ എന്ന് പറയുമ്പോഴത്തേക്കിനും പോകും. എന്തായാലും ഞാനിപ്രാവശ്യം ഈസ്റ്ററിന് നോയമ്പെടുക്കുന്നുണ്ട്. പണ്ടേ ആ നമ്പൂരി പറഞ്ഞ അച്ചട്ടാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ജാതകം നോക്കിയിട്ട് പറഞ്ഞതാ, സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലയിൽ തന്നെയായിരിക്കും എനിക്ക് ജോലി കിട്ടുക. അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ നേഴ്സായില്ലേ. അതിനിപ്പോൾ കവടി നിർത്തേണ്ട ആവശ്യമുണ്ടോ? അണ്ണാ മരം കയറുമെന്ന് പറയുന്നതിന് ജാതകം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ആകെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് നിന്റെ ഒരു കോമഡി. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇത് നീ കെട്ടടാ. കെട്ട്. ഇനിയിപ്പോൾ ഇത് കെട്ടാത്തതുകൊണ്ടാണ് ജീവിതം കോഞ്ഞാട്ടയായെന്ന് വേണ്ട. 1 മാസ കാര്യമാണ്. ഇന്ന് എത്ര തീയതി? ഇന്ന് 15. അപ്പോൾ അടുത്ത മാസം 15 അല്ലേ? 1 മാസത്തെ കാര്യമില്ലേ? ഈശ്വര. നിങ്ങളൊന്നും ചോർന്ന് വെച്ചില്ലോ അല്ലേ? കടലിൽ എടുത്താൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബിരിയാണി കഴിക്കാം നമുക്ക്. നല്ല സാധനം. പരീക്ഷിച്ച് അടങ്ങുള്ളല്ലേ? അല്ല വൈജു, ഇപ്പം ഇന്ത്യൻ സ്റ്റോറിൽ അരിക്കൊക്കെ എങ്ങനെയാ വില? കുറവുണ്ടോ? ബേബി കുട്ടാ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കമ്പ്യൂട്ടർ കൺസൾട്ടായിട്ട് വർക്ക് ചെയ്യണേ. പിന്നെ സ്വാഭാവികമില്ലാത്ത സമയത്ത് കൗണ്ടറിലൊക്കെ ഒന്ന് നിൽക്കും. കൊച്ചാക്കല്ലേ? അതേ പറ്റൂ. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എന്നാണ് ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഗാന്ധി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. മാനം പോണത് എൻ്റെ അല്ലേ? ഒന്നുണ്ടായിരുന്നേ പക്ഷേ ഓളിന്ന് കൊടുക്കട്ടാ. ഓക്കെ, എന്തോ പ്രശ്നം അല്ലേ? എങ്ങനെയെങ്കിലും ഒബാമ പാസ്സായാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ സംസാരിച്ചപ്പോൾ അവിടെ വരുന്ന അമേരിക്കക്കാരെല്ലാം വോട്ട് ചെയ്യുന്നത് മക്കേനാ. എടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ എപ്പോഴും ഗ്രാൻഡ് സൺ എന്ന് വിളിക്കുന്ന ഒരു വല്യമ്മ, അവർക്കാണെങ്കിൽ ഒബാമ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർ പറയാ ഒബാമ പ്രോ അബോർഷനാണ്. എൻ്റെ അമ്മേ, 1,900 പ്രശ്നങ്ങൾ ഈ സമയത്തും അമേരിക്കക്കാരുടെ പ്രശ്നം അബോർഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. സ്റ്റോക്കിൻ്റെ വിലയാണെങ്കിൽ ഒരു സ്ഥലത്ത് മൂക്കുമുത്തി താഴ്ത്തി പോയിക്കൊണ്ടിരിക്കുക. 2 സ്ഥലത്ത് യുദ്ധം നടക്കുക. ഇറാഖിലും അഫ്ഗാനിസ്ഥാൻ എന്തോരം കാശ് അവർ കൊണ്ട് പൊട്ടിക്കണേ. അത് കഴിഞ്ഞ് വീടിൻ്റെ വിലയാണെങ്കിൽ ഏറ്റവും താഴ്ത്തിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗ്യാസിൻ്റെ വിലയാണെങ്കിൽ ഇതേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലേക്കാണോ നീ മെക്കേനെ കയ്യും കാലും പൊക്കാൻ പറ്റാത്ത മനുഷ്യനെ കൊണ്ട് നിർത്താൻ പോണേ? അതെ, കയ്യും കാലും ഒക്കെ പൊക്കി തന്നെ ഗുസ്തിക്ക് പോകുന്നു. ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസാണ് വേണ്ടത്. അത് ഒബാമയ്ക്കുണ്ടോ? അതെ, ഞാനും ICUയിലിരുന്ന് കുറെ മാഗസീനൊക്കെ വായിക്കുന്ന. എൻ്റെ ബേബി കുട്ടാ, നീ ആ ഒബാമയുടെ പ്രസംഗം ഒന്ന് കിട്ടു നോക്കി. എന്തുട്ടാ ശേല്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ഒബാമയ്ക്ക് അല്ലാണ്ട് പറ്റുമോ? ഈ ടാക്സ് പോളിസിയും ഹെൽത്ത് കെയർ പോളിസിയും 2 പേരുടെ ഒന്ന് കമ്പയർ ചെയ്ത് വായിച്ചു നോക്കി. നിനക്കറിയാപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ്. ഈ മെക്കേൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഷിൻ്റെ അതേ പോളിസി ഒരു 4 വർഷം കൂടി നമുക്ക് ഉണ്ടാക്കാം.
ഓ പിന്നെ ഞാൻ എൻ്റെ ടെക്സാസിലുള്ള അമ്മാച്ചനെ വിളിച്ചായിരുന്നു. അമ്മാച്ചൻ പറയാ എങ്ങനെയാ ഒരു കറമ്പന് വോട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ പറ. ലോകത്തിലെ ഏറ്റവും വലിയ റേസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരാ. നീ ആരുടെ സപ്പോർട്ട് ചെയ്യണേ? ഓ അവനും മക്കേന അല്ലോടാ. നീ മക്കേനല്ലേ? നീ മെക്കെയിനാണോ? നിന്റെ മെക്കെയിൻ്റെ ഏത് പോളിസിയാണോ നിനക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്? ഒരേ ഒരു പോളിസി, സാറപ്പേല. കൈസ്ലർ ടൗൺ കൺട്രി, ചെവർലെറ്റ് കവലിയർ. പക്ഷേ ഈ ചെവർലെറ്റ് കവാലിയർ നല്ല വണ്ടിയാണോ? എന്തുട്ട് ഷവർലെറ്റ് കവലിയർ? ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാറിനെ പറ്റി കേൾക്കണം. അപ്പൊ ഈ ബെന്റ്ലിയോ? അത് നല്ല കാറാ. നിനക്ക് വാങ്ങിക്കാനാ? അല്ലേ വേണ്ട, കാശ് കളഞ്ഞാലും ഹോണ്ട വാങ്ങിക്കുന്നത് നല്ലത്. ഹോണ്ട 92. അയ്യേ, ഇത് സിംഗിൾ ഓണറാ. കല്യാണം കഴിച്ച ഫാമിലി വണ്ടിയാണല്ലേ അല്ലേ? എൻ്റെ ബേബി കുട്ടാ, നീ എന്തിനാ ഈ കാറൊക്കെ ഇപ്പൊ നോക്കണേ? ഇപ്പൊ മാർക്കറ്റൊക്കെ ഡൗൺ അല്ലേ? പക്ഷേ വിൻ്റർ ഒക്കെ ഇല്ലേ, വെളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ എന്താ ചെയ്യാ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് എൻ്റെ ആ ഓൾസ് മൊബൈൽ ഷെയർ ചെയ്യാം. നീ ഗ്യാസ് മാത്രം അടിച്ചാൽ മതി. അപ്പൊ നീ എന്നെ അടിക്കും, ഞാൻ കാറ്റടിക്കാം. ഓക്കെ. ഇതിനി എന്ന് ഊരി വെക്കാൻ പറ്റുമോ ഈശ്വര? അടുത്ത മാസം 15 ഒക്ടോബർ 15. Hey Mahi, what's up? Nothing is up. Everything is down. How are you, Shobha? I'm good. Thank God it's Friday. Actually, I'm off for the next 4 days. Really? Yeah. By the way, how is everything at ICU? Everything is good. Yeah? Okay, then later. Oh, actually, I have something for you. Do you drink? Yeah, why? Well, why ask Kamalu if he drinks, right? Well, okay, here, this is the coupon. This is free cocktails from 5 to 6 p.m. and it's for 2 people. Free? Yes, free. And remember, it's for 2 people, so you can take your girlfriend also. Thank you. Have fun, enjoy. എന്നാലും കോക്ടെയിൽ കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് നിനക്ക് വേണ്ടെന്ന് ഉറപ്പല്ലേ? എനിക്ക് വിധിച്ചിട്ടില്ല. നീ കൂട്ടി. കുഴപ്പമില്ല. കൃഷി ഉണ്ടായിരുന്നെങ്കിൽ അവന് കൊണ്ടുവരായിരുന്നു. ഇതിപ്പോൾ ചുമ്മാ കള്ള് വെറുതെ കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ. എക്സ്ക്യൂസ് മീ, ഐ ലവ് ലോങ് ഐലൻഡ് ഐസ് ടീ ആൻഡ് ഹി ലവ് വെർജിൻ മെരി പ്ലീസ്. എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ നോയമ്പിലാന്ന്. ഓ, നീ ഒന്ന് അടങ്ങ് ഇഷ്ടാ. അത് വെർജിൻ മേരിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. വെർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യക. അതിൻ്റെ ഉള്ളിൽ കള്ളൊന്നുമില്ല. അതിൽ വെറുതെ ഫ്രൂട്ട് ജ്യൂസും തക്കാളി പ്യൂറൊക്കെ ഉള്ളൂ. വെറും തക്കാളി ജ്യൂസാണല്ലേ? പിന്നല്ലാണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണേ? ഒരു കമ്പനി തായോ? That was kind of made to care our policy credentials. Well, it certainly does because our Coming. Hi, Hi. I'm coming from Sappho. My name is Neera Nair. മലയാളിയാണോ? പ്ലീസ് കം. വരൂ. അപ്പൊ സോഫ വിൽക്കാൻ വന്നാണല്ലേ? Oh, no, not SOFA, Sappho, South Asians for Obama. Mr. കൃഷ്ണൻകുട്ടി മഹാദേവൻ സിറ്റിസൺ ആണോ? ക്രിസ്, അവൻ വെറും H1B അല്ലേ. എൻ്റെ പേര് മഹേഷ്. ഞാൻ സിറ്റിസൺ ആണ്. കുട്ടിക്കല്ലേ എന്നോട് പറയാം. മിസ്റ്റർ മഹേഷ്, ഇത്തവണത്തെ ഇലക്ഷൻ ഇങ്ങ് എത്തിയല്ലോ. ഈ ഇലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യത്തിൽ ഞാൻ ഒടുക്കം ഒരു പറ്റിയ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഈ പൊളിറ്റിക്സിലൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു ബഞ്ചായിരുന്നു. പക്ഷെ കഴിഞ്ഞ നവംബറിൽ മിസ്റ്റർ ബാറക് ഒബാമയുടെ പോളിസിയും സ്പീച്ചും ഒക്കെ കേട്ട് വി ഗോട്ട് മോട്ടിവേറ്റഡ്. സോ ഒബാമയ്ക്ക് വേണ്ടി ക്യാമ്പയിനിങ് നടത്താൻ ഞങ്ങൾ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് സാഫോ. So I hope I was able to make a case for Obama. But whatever you decide, please go out and vote. ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കുറച്ചും കൂടെ ഇൻവോൾവ് ആണ്, യുനോ, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് അബൌട്ട് us. ഇറ്റ്സ് അബൌട്ട് us. നീ ഇത് പറഞ്ഞ വളരെ ശരിയാണ്. ആക്ച്വലി എനിക്ക് ഒബാമയെ കുറിച്ച് കുറച്ചും കൂടെയൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നീ ഇതൊക്കെ പോകാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നല്ലേ? അതുകൊണ്ട്
ഫോൺ നമ്പർ തന്നിരുന്നെങ്കിൽ ഈനോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളപ്പോൾ എനിക്ക് വിളിച്ച് ചോദിക്കാമല്ലോ. എന്താ ഫോൺ നമ്പർ? ഓ അതിനെന്താ, ദാറ്റ്സ് ഓക്കെ. പെണ്ണുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, ദ നമ്പർ ഇസ് 1-800-GO-OBAMA. ഇത് ഒബാമയുടെ പൊളിറ്റിക്കൽ ഓഫീസിലുള്ള നമ്പറാ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോ. ഓക്കെ. നീ എന്തുട്ടെങ്കിലും കഴിക്കി. നിനക്ക് മറ്റേ വെർജിൻ മേരി മടുത്ത അങ്ങനെയാണെങ്കിൽ ഞാൻ വെർജിൻ പീനാക്കോളോടെ പറയാം. പെണ്ണുങ്ങളുടെ ഡ്രിങ്കാ, അടിപൊളി സാധനം കാണാം. എനിക്ക് ഒരു വെർജിനും വേണ്ട. തക്കാളി ജ്യൂസ് എല്ലാം കുടിച്ച് എനിക്ക് വല്ല കിഡ്നിയിൽ സ്റ്റോൺ വരുമെന്നാ പേടി. എങ്ങനെയെങ്കിലും 15-ാം തീയതി വരെ ഒന്ന് പിടിച്ചു നിൽക്കണം. നോയമ്പേ കഷ്ടകാലം, അല്ലാതെ എന്ത് പറയാനാ. നമ്മൾ മുട്ടയടിക്കാനും കല്ല് മഴ പെയ്യാനും തുടങ്ങി. നീ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? വെറുതെ ഈ ബാറിന് നടക്കടാ, ഇങ്ങനെ ചുമ്മാ വായി നോക്കി. എന്നാ ഒരു പോക്ക് പറ. എന്നാ പോക്ക് പറ. ഹലോ ഒബാമ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്യാമ്പയിനൊക്കെ എങ്ങനെ പോകുന്നു? ഓ അതൊക്കെ എങ്ങനെ പോകുന്നു? അല്ല, ഒബാമയെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ തീർന്നോ? പിന്നെ നീ അത് അന്ന് വന്നു പോയതിനു ശേഷം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒബാമയ്ക്ക് തന്നെയാണ്. വാവ്, അപ്പൊ ഞാൻ ഈ തണുപ്പത്ത് ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമൊക്കെ ഉണ്ടല്ലേ? ഓ ബൈ ദ വേ, ഈ മിസ്റ്റർ സുകുമാരൻ നായർ എവിടെയാ താമസം എന്നറിയാവോ? സുകുമാരൻ നായർ, അങ്ങനെ ഒരു നായർ ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. എത്രയാ ഹൗസ് നമ്പർ? Hi, I'm coming from Sappho. Are you registered to vote? Oh, is this part of the election campaigning? Sorry, I'm not interested. അല്ല സാർ, ഒന്ന് പറഞ്ഞോട്ടെ. Huh? Malayali sir? അതെ. Come on. താങ്ക് യു ആൻറ്റി. അല്ല, പാർട്ടിക്കാരിപ്പം മലയാളീസിനെ വിട്ട് വോട്ട് പിടിക്കാൻ തുടങ്ങിയോ? ഇത് കൊള്ളാമല്ലോ. ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ട് 15 വർഷത്തിനുള്ളിൽ ഇതാദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഇലക്ഷൻ. എന്തൊരു ബഹളവാ. അല്ല സാർ, ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു ചൂടുള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷെ റിട്ടയറായി മനസമാധാനത്തോടു കൂടി കഴിയുന്ന എന്നെ പോലുള്ളവർക്കല്ലേ ഇതിന്റെ ബുദ്ധിമുട്ട്. നേരം വെളുത്ത തുടങ്ങുകയായി. ഒബാമയ്ക്ക് വോട്ട് ചെയ്യണം, മെക്കൈന് വോട്ട് ചെയ്യണം. പിന്നെ ഒന്ന് മയങ്ങി വരുമ്പോഴേക്കായിരിക്കും കഥകയിൽ ആരെങ്കിലും വന്ന് മുട്ടുന്നത്. ഉള്ളത് പറഞ്ഞ ഒബാമ വന്നാലും മെക്കൈൻ വന്നാലും നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടാവുമോ? നിങ്ങളൊന്ന് പറ. That's not actually true, sir. This election is very crucial for the future of our country. മോളെ, ഞാൻ ഈ ഇലക്ഷനൊക്കെ എത്ര കണ്ടിരിക്കുന്നു. നാട്ടിൽ ഇതുപോലെ എത്ര വോട്ട് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടായോ? രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം കള്ളന്മാരാ. നാട്ടിലാണെ കതറിട്ട് കക്കും, ഇവിടാണ് സൂട്ടിട്ട് കക്കും. അതേ ഉള്ളൊരു വ്യത്യാസം. But sir, this time it's different. ഞാൻ വോട്ട് ചെയ്യാനേ പോകുന്നില്ല. പിന്നല്ലേ ഡിഫറൻസ്. അങ്ങനെ പറയരുത് സാർ. സാറിനെ പോലെ തന്നെ എനിക്കും രാഷ്ട്രീയത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ സാർ മനസ്സിലാക്കണം, ഒബാമയുടെ ഹെൽത്ത് കെയർ പോളിസിയും മെക്കൈൻ്റെ ഹെൽത്ത് കെയർ പോളിസിയും ഒന്ന് സാറൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അത് മാത്രമല്ല, മെക്കൈൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് പഴയ ബുഷിൻ്റെ അതേ പോളിസികളാണ്. പുതിയതായിട്ട് പറയാൻ അവർക്കൊന്നും തന്നെ ഇല്ല. ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം, ഇറാഖിൽ പ്രശ്നം, ഗാസയിൽ പ്രശ്നം, എല്ലായിടത്തും യുദ്ധമാണ്. അത് പറയാനിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിലം കുത്തി താഴെ, ഗ്യാസ് പ്രൈസ് ആണ് നേരെ മേലെ, വീടിനാണെങ്കിൽ വിലയില്ല. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ മെക്കൈനെ പോലെ കൈയും കാലും എടുത്തു പൊക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്താവും ഈ രാജ്യത്തിന്റെ സ്ഥിതി? ഹലോ, എന്താണിത്? മറ്റേ മാർക്കറ്റിൽ തേങ്ങ കൊട്ടി നോക്കും പോലെ. എടാ അതെ, എൻ്റെ ടെക്സാസിലെ അമ്മാച്ചൻ പറഞ്ഞായിരുന്നു വണ്ടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും കൊട്ടി നോക്കണം, എന്നാലേ തുരുമ്പുണ്ടോന്ന് അറിയത്തുള്ളൂ. എടാ ഓടിച്ചിട്ട് സംഭവം നല്ല കണ്ടീഷനല്ലേ വണ്ടി. ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം, വില ഇത്തിരി കൂടുതലാണ്. ബാർഗൻ ചെയ്തല്ല കൊള്ളാം, ഒരു മയത്തിൽ വേണം, മനം പോരുത്. Trust me, this is a very good car. I changed the timing belt, the brakes are new, tires are even new.
So what price are you selling this for, sir? $5,000. $5,000? That is too much. Tell me a given price, sir. Blue Book value is exactly $5,000, sir. 5,000. But sir, you have to do some adjustment, sir. We are coming all the way from India, sir. The winter is coming, sir. It is cold, sir. I have to walk in the cold. Sir, I search everywhere, sir. This is the only car I like, sir. Please, sir. You know what? 5,000 is my final price. You either take it or you leave it. Sir, please, sir. Do some adjustment, sir. ഇത് ചളമാക്കാതെ അങ്ങേരുടെ ഗീമി സാർ പ്ലീസ് സാർ വിന്റർ സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് വീഴുന്നാന്ന് വിചാരിച്ചത്. ഇവിടെ നാട്ടിലെ അമ്മച്ചിമാരെ സെന്റി അടിച്ച് വീഴ്ത്തണ പോലെ അല്ല ഇവിടുത്തെ ആൾക്കാർ. ഉള്ള മാനം പിന്നെ കൂടെ bargain കളയാൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റൂടാ? $5,000 ആണ് ചോദിച്ചത്. ഉള്ള മാനം കൂടെ കളയുന്നതിന് മുമ്പ് നീങ്ങ വന്നേ, നമുക്കിനി വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇന്ന് നിന്നോടൊപ്പം കാർ അന്വേഷിക്കാൻ ഞാൻ വരില്ല. Hold on, guys. Hold on. You know what? I understand. Okay? I understand. Give me your final price. Give me your final price. Final price? $2,500. Okay. You know what? You guys, are you from India? Yes. Good, India. good. India. I like India movies. Disco Dancer. See that? Yeah, you I watched it. saw it 3 times. Really? Good movie. 2,500? Yeah. Okay, good. Take it. Thank you, sir. No problem. No I will problem. not forget this, sir. Thanks a lot, sir. No problem. No. ഹലോ. ഹലോ മഹി, ഞാൻ നിയതയാ. ഹായ് നീത. ഹൗ ആർ യു? നമ്മുടെ ഒഫീഷ്യൽ ക്യാമ്പയിനിങ് ഇന്ന് തീരുവാ. സോ വി ഗോണ ഹാവ് എ സ്മോൾ പാർട്ടി ടുഡേ അറ്റ് ദ ഇൻഡിഗോ ആൻഡ് എൻ്റെ കയ്യിൽ 2 ടിക്കറ്റ്സ് ഉണ്ട്. സോ ഡു യു വാണ്ട് ജോയിൻ us? മഹിക്ക് വരാൻ കഴിയെങ്കിൽ നല്ലതായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ നീത അത് ഇന്നായതുകൊണ്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ then ബൈ. ഹലോ. What can I get for you, ma'am? I'll have a Coke. And for you, sir? Can I get you regular Virgin Mary? No virgin. Make me fully pregnant. Like 9 months pregnant.